കള്ളക്കടൽ എന്ന പ്രതിഭാസം കാരണം ശക്തമായ കടലാക്രമണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. സംസ്ഥാനത്ത് ആലപ്പുഴ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം വലിയ തോതിലുണ്ടായി. തിരുവനന്തപുരത്ത് പുല്ലുവിള, അടിമലത്തുറ, പുതിയറ, പൂന്തുറ, തുമ്പ എന്നിവിടങ്ങളിലെല്ലാം കടൽ കയറി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് ഭാഗങ്ങളിലാണ് കടലാക്രമണം കൂടുതൽ അനുഭവപ്പെട്ടത്. തൃശൂരിൽ പെരിഞ്ഞനത്തും കൊല്ലത്ത് മുണ്ടക്കലിലും കടലാക്രമണം അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സമീപ ദിവസങ്ങളിലായി കേരള തീരം ഭീതിയോടെ കേൾക്കുന്ന പേരുകൂടിയാണ് കള്ളക്കടൽ. എന്താണ് കള്ളക്കടൽ എന്ന പ്രതിഭാസം? എങ്ങനെയാണ് ഈ പ്രതിഭാസത്തിന് കള്ളക്കടൽ എന്ന് പേര് വന്നത്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത് മൂലം വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസമാണ് കള്ളക്കടൽ. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. കള്ളക്കടൽ സമയങ്ങളിൽ കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പൊങ്ങും. തിരമാലകൾ അപ്രതീക്ഷിതമായി അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ യുനെസ്കോ കള്ളക്കടൽ എന്ന പദത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള മഴക്കാലത്തിന് മുൻപുള്ള സമയങ്ങളിലാണ് കള്ളക്കടൽ പ്രതിഭാസം കൂടുതലായി കാണപ്പെടുന്നത്. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളായ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും മൂലമുണ്ടാകുന്ന കടൽക്ഷോഭം കൊണ്ട് ഉയർന്നു വരുന്ന വലിയ തിരമാലകളാണ് കള്ളക്കടലിന് കാരണമാവുന്നത്. ഈ സമയത്ത് അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. അതായത് മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരകൾ ഉയർന്നു പൊങ്ങും. ശക്തമായ കാറ്റിൽ വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഊർജം കൈമാറ്റം നടത്തപ്പെടുന്നതിനാൽ ഈ സമയത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ നീളാൻ കെൽപ്പുള്ള ശക്തമായ തിരമാലകൾ വരെ കരയിലേക്ക് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. സുനാമിയുമായി ചില സാമ്യതകൾ കൂടിയുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്. സുനാമി സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെയാണ് കള്ളക്കടൽ പ്രതിഭാസവും സംഭവിക്കാറുള്ളത്. പല സാഹചര്യങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസം സുനാമിയായി തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. എങ്കിലും സുനാമിയോളം ഭീകരനല്ല, പക്ഷേ നിസ്സാരമായി തള്ളിക്കളയാനുമാവില്ല. 2018 കേരളത്തിന്റെ തീരദേശ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കള്ളക്കടൽ ഉണ്ടാക്കിയത്. 100 കണക്കിന് വീടുകളാണ് അന്ന് തകർന്നത്. സംസ്ഥാനത്ത് ആലപ്പുഴ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം വലിയ തോതിൽ ഉണ്ടായി. ഈ സമയത്ത് തീരദേശവാസികളും തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൃത്യമായ ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ അഥവാ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണം. കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും രാത്രി 8 മണിക്ക് ശേഷം മത്സ്യബന്ധനം നടത്താൻ പാടുള്ളതല്ല. കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ പുഴകളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടാൻ പാടുള്ളതല്ല. കടൽ പ്രക്ഷുബ്ധമായിരിക്കും.